സഭയുടെ ആളല്ല. അതാദ്യം എന്നെ ഒന്ന് അറിഞ്ഞ് നല്ലതാ. ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ മാർഗത്തിൽ വന്നത്. പെന്തിക്കോസ് പാരമ്പര്യവുമില്ല, ക്രൈസ്തവ പാരമ്പര്യവുമില്ല. എൻ്റെ വല്യപ്പനും ഒന്നും ഈ മാർഗത്തിൽ വന്നതല്ല. ഞങ്ങൾ ഹൈന്ദവ വിശ്വാസത്തിലായിരുന്നു. അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഈ വേദപുസ്തകം വായിച്ചു. അങ്ങനെ വായിച്ചപ്പോൾ ഇതിനകത്തെ കാര്യങ്ങളായി പറയുന്നത്. അതിനെന്നോട് കയറി ഉടക്കുണ്ടാക്കാനൊന്നും വരരുത്, നീ പുസ്തകം വായിച്ചോണം. എന്നെ നേരത്തെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് പുള്ളി അവരുടെ ആളാണെന്നും കയറി വെച്ചേക്കരുത്, ആരുടെ ആളല്ലെന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പം അതുകൊണ്ട് നിഷ്പക്ഷമായിട്ട് ആ കാര്യം പറയുന്നത്. ഇഷ്ടമുണ്ട് അംഗീകരിച്ചാൽ മതി. ഏതാണ് ശരിയായ സഭ? തർക്കം നടക്കുന്ന ഒരു കാലമാണ്. ഓരോ ഗ്രൂപ്പുകാരും ഓരോ വിഭാഗക്കാരും ഓരോ സംഘടനക്കാരും അവരെ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനം, സംഘടന, സമൂഹമാണ് സാക്ഷാൽ സഭ എന്നാണ് വാദിക്കുന്നത്. അതിനവർ തെളിവുകളൊക്കെ കൊണ്ടുവരും. കത്തോലിക്ക സഹോദരന്മാർ പറയുന്നത് സാക്ഷാൽ സഭ കത്തോലിക്ക സഭയാണ്. അവർ കത്തോലിക്ക സഭ എന്നൊന്നും അങ്ങനെ പറയല്ല, തിരുസഭ അങ്ങനെ അവർ പറയുന്നത്. തിരുസഭ, നമ്മളാ കത്തോലിക്ക സഭ എന്നൊക്കെ പറയുന്നത് തിരുസഭ. അവർ ബഹുമാനിച്ചാ പറയുന്നത്. അപ്പോൾ കത്തോലിക്ക സഹോദരന്മാര് പറയുന്നത് സാക്ഷാൽ സഭ കത്തോലിക്ക സഭയാണ്, തിരുസഭ. റോമിൽ, വത്തിക്കാനിൽ അവരുടെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ആരാധ്യ പുരുഷനായ പോപ്പിന്റെ കീഴിൽ ലോകമെമ്പാടും പരന്ന് പന്തലിച്ച് വിശുദ്ധമായി പടർന്നു കിടക്കുന്ന കത്തോലിക്ക സഭ, ഈടുറ്റ സഭ. കോടിക്കണക്കിന് എണ്ണി വിലമതിക്കാനൊന്നും പറ്റത്തില്ല. കോടിക്കണക്കിന് സ്ഥാപന ജംഗമ വസ്തുക്കളുള്ള ലോകത്തിൻ്റെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഈ സഭയുണ്ട്. അത് ഫലവത്താണ്, ബലവത്താണ്, സ്ട്രോങ് ആണ്. ധാരാളം ആൾക്കാരുണ്ട്. തന്നെയല്ല, അവർക്ക് അടയാളങ്ങളുണ്ട്, ചിഹ്നങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, പിന്തുടർച്ചയുണ്ട്, മാമൂലുണ്ട്, കീഴ്വഴക്കമുണ്ട്. അപ്പോൾ പോപ്പിന്റെ കീഴിൽ ലോകമെമ്പാടും പരന്ന് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന സഭ തിരുസഭ, കത്തോലിക്ക സഭ. അപ്പൊ അവര് പറയുന്നത് സാക്ഷാൽ സഭ, ശരിയായ സഭ, തിരുസഭ കത്തോലിക്ക സഭയാന്നാ അവര് വാദിക്കുന്നത്. അപ്പോൾ ഇവരെ കണ്ണിച്ചുകൊണ്ട് യാക്കോബായ വിഭാഗം വന്നിരിക്കുന്നത് അത് ശരിയായ സഭയല്ല, ഞങ്ങളാ ശരിയായ സഭ, പാരമ്പര്യം യാക്കോബായ. കാരണം അന്ത്യോക്യയുടെ സിംഹാസനത്തിന്റെ കീഴിൽ, കാരണം റോമിൽ പിന്നാന്നല്ലോ, അന്ത്യോക്യയിൽ വെച്ചാന്നല്ലോ ക്രിസ്ത്യാനി എന്ന പേര് വന്നത്. അപ്പൊ അതുകൊണ്ട് അന്ത്യോക്യയിൽ പത്രോസിന് സിംഹാസനം ഉണ്ടായിരുന്നെന്ന, പത്രോസിനൊരു സിംഹാസനം ഉണ്ടായിരുന്നെന്നും അന്ത്യോക്യയുടെ സിംഹാസനത്തിന്റെ കീഴിൽ ലോകമെമ്പാടും പരന്ന് കിടക്കുന്ന യാക്കോബായ, അതിൽ രണ്ട് വിഭാഗമുണ്ട്, ഓർത്തഡോക്സ്. അത് ഞാനിപ്പോൾ എടുക്കുന്നില്ല, ഒറ്റ വാക്കിൽ അങ്ങ് പറയാ, യാക്കോബായ സഭ. അപ്പൊ അവര് പറയുന്ന അന്ത്യോക്യ പത്രോസിന്റെ സിംഹാസനത്തിന്റെ പിന്തുടർച്ച. പത്രോസ് അന്ത്യോക്യയിലായിരുന്നെന്നും പുള്ളിക്ക് സിംഹാസനം ഉണ്ടെന്നൊക്കെ ആ വാദം. തിരുവചനം പഠിച്ചാൽ ഒരു കൊരണ്ടി പോലും ഇല്ലെന്നുള്ളതാണ്. 4ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർക്ക് ഒരു കൊരണ്ടി പോലും ഇല്ലായിരുന്നു. തെളിവിന് ഒരു വാക്യം വായിച്ചു, ഒത്തിരി ഉണ്ട്, എന്നാലും തെളിവിന് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 4:10 മുതൽ ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, ഞങ്ങൾ ബലഹീനര്, നിങ്ങൾ ബലവാന്മാർ, നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനകീനർ. ഈ നാഴിക വരെ എന്ന് പറഞ്ഞാൽ ലേഖനം എഴുതുന്ന സമയം വരുന്ന അർത്ഥം, ഈ നാഴിക വരെ ഞങ്ങൾ ബഹുവചനമാ എഴുതിയ പൗലോസും ശേഷമുള്ള അപ്പോസ്തലന്മാരും എന്ന സാരം. അതാ ഞങ്ങൾ. ഉടുപ്പാനില്ല അന്ന്. ഇന്നത്തെ അപ്പോസ്തലന്മാരുടെ ഉടുപ്പ് തന്നെ പണയം വെച്ചാൽ ഒരു 5 ലക്ഷത്തിൻ്റെ ഉണ്ട്. കാരണം അതുപോലെ ചെയ്ത്തുപണി ചെയ്താ ഉടുപ്പ് തയ്ക്കുന്നത്. എന്തെല്ലാം സാധനങ്ങൾ അതിനകത്ത്. മൊത്തത്തിലൊന്നും കൊണ്ടൊരു പണയം എടുക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ട് പുള്ളി അവിടെ നിർത്തി ഒരു 10 ലക്ഷം രൂപ തരാൻ പറഞ്ഞാൽ കണ്ണു അടച്ചവർ അതുപോലത്തെ സാധനങ്ങൾ കാതയിലും കയ്യിലും കടുത്തയിലും എല്ലാം കിടപ്പുണ്ട്. കാരണം അതുപോലെ അപ്പോസ്തലന്മാർ, ഇപ്പോഴത്തെ അപ്പോസ്തലൻ. അപ്പോൾ 4ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വീടും വസ്തുവും പ്രത്യേക സ്ഥലമൊന്നുമില്ലെന്ന്. പിന്നെ അങ്ങനെ അന്ത്യോക്യ സിംഹാസനം വരുന്നേ? കയറി കിടക്കാൻ കിടപ്പാടം പോലുമില്ല 4ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർക്ക്. അതാണ് അപ്പോസ്തലിക ശുശ്രൂഷയും 4ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ. അതെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ അവർ യാക്കോബായ സഹോദരന്മാർ പറയുന്നത് അന്ത്യോക്യ സിംഹാസനത്തിന് പിന്തുടർച്ചയാകുന്ന യാക്കോബായ സഭ പാരമ്പര്യം കൊണ്ട് ഞങ്ങളാണ് ശരിയായ സഭ എന്ന അവരുടെ വാദം. എന്നാൽ അവരെ കണ്ണിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ മാർത്തോമാ സഹോദരങ്ങൾ, ഈ ദേശത്ത് അധികമില്ലെങ്കിലും തിരുവല്ല ആദിയായ സ്ഥലങ്ങളിൽ മാർത്തോമക്കാർ സ്ട്രോങ്ങാ. അവർ പറയുന്നത് ശരിയായ സഭ മാർത്തോമാ സഭയാണ് എന്ന് പറഞ്ഞാൽ യാക്കോബായി ഉണർവുണ്ടായി വന്നതാ. എന്നിരുന്നാലും AD 52 തോമാസ് ലീഗ ഇന്ത്യയിൽ കേരളത്തിൽ വന്നെന്ന് 4 ബ്രാഹ്മണ കുടുംബത്തെ മുഖ്യ എന്ന അവരുടെ വാദം. കള്ളി, കാളികാവ്, ശങ്കരപുരി, പകലോമറ്റം
അപ്പോൾ അങ്ങനെ പാരമ്പര്യമൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ പിന്തുടർച്ച മാർത്തോമാ സഭ. യാക്കോബായിരുന്നു ഉണർവുണ്ടായി. എബ്രഹാം മൽപ്പാൻ, കോനാട്ട് മൽപ്പാൻ, പാലാക്കുന്നത്ത് അദ്ദേഹത്തിൻ്റെ കാലത്ത് ചില സഹോദരന്മാർക്കും അദ്ദേഹത്തിനൊക്കെ ഉണർവുണ്ടായി. അദ്ദേഹത്താൽ സ്ഥാപിതമായ ഉണ്ടായ സഭയാണ് മാർത്തോമാ സഭ. തിരുവല്ല ആസ്ഥാനമായി മലയാളികൾ ലോകത്തിൻ്റെ എവിടെല്ലാം ഉണ്ട് അവിടെയെല്ലാം ഈ സഭകളുമുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ശരിയായ സഭ മാർത്തോമാ സഭയാണ്. അതിനവർ ധാരാളം തെളിവുകളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അവരുടെ വാദം ഈ തോമസിൻ്റെ പിന്തുടർച്ചക്കാരാണ് ഞങ്ങളാണ് ശരിയായ സഭ, മാർത്തോമാ സഭ. അപ്പം അവരെ കണ്ണിച്ചുകൊണ്ട് വേറൊരു ഗ്രൂപ്പുണ്ട് കേരളത്തിൽ, CMS-കാർ. CMS പഴയ ഇപ്പം CSI എന്നൊക്കെ ഇട്ടേക്കുന്നത്, പണ്ട് CMS. ഞാൻ CMS എന്നേ പറയുള്ളൂ, കാരണം കോളേജ് ഇപ്പോഴും അങ്ങനെ തന്നെ അറിയപ്പെടുന്നത്. ഏതാ? CSI കോളേജ് എന്നാരും പറയാറില്ല, CMS കോളേജ് എന്നാ. അപ്പം പിന്നെ അങ്ങനെ തന്നെ അങ്ങോട്ട് പോവാം. അപ്പോൾ അവർ പറയുന്നത് ശരിയായ സഭ CMS ആംഗ്ലിക്കൻ. വിദേശ മിഷണറിമാർ കേരളത്തിൽ വന്ന് അധകൃതരാകുന്ന ആൾക്കാരുടെ ഉന്നമനത്തിന് അഹോരാത്രം പാടുപെട്ട് കഷ്ടപ്പെട്ട് ഉള്ളെടുത്ത സഭയാണ് CMS സഭ. അപ്പോൾ അത് സാധുക്കളാകുന്ന ആൾക്കാരെ ചേർത്തുകൊണ്ട് വിദ്യ അഭ്യസിക്കുവാൻ കഴിവില്ലാതിരുന്ന ആൾക്കാർക്ക് വിദ്യ അഭ്യസിക്കുവാൻ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം പണിത് അക്ഷരാഭ്യാസമെല്ലാം കൊടുത്ത് അവരെ അവരുടെ ഉന്നമനത്തിനും പുരോഗതിക്കും മെച്ചത്തിനും വേണ്ടി അവരെ രക്ഷയിലേക്ക് നടത്തി. അപ്പോൾ അവർ പറഞ്ഞത് ശരിയായ സഭ CMS സഭയാണ്. അപ്പോൾ അവരെ കണ്ണിച്ചുകൊണ്ട് വേറൊരു ഗ്രൂപ്പുണ്ട് തെക്കൻ തിരുവിതാംകൂറിൽ സ്ട്രോങ് ആയി ഇവിടെ ഉണ്ട് ചില ഇടങ്ങളിൽ, സാൽവേഷൻ ആർമി, രക്ഷാസൈന്യം. അവർ പറഞ്ഞത് ശരിയായ സഭ സൈന്യസഭയാണ്, രക്ഷാസൈന്യം, സാൽവേഷൻ ആർമി. വില്യം ബൂത്ത് എന്ന് പറയുന്ന ദൈവദാസനായിരുന്നു അതിൻ്റെ സ്ഥാപകൻ. അദ്ദേഹം പട്ടാളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ഒടുവിൽ ദൈവവചനം വായിച്ചപ്പോൾ അഭിഷേകം പ്രാപിക്കുവാൻ ആഗ്രഹം പൂണ്ടു. കിട്ടാതെ വന്നപ്പോൾ കടൽ തീരത്ത് വളരെ ഭാരത്തോടെ നിന്ന് ഒരു പാട്ടുമൊക്കെ പാടി. അപ്പോൾ കടൽ തീരെ ഇങ്ങനെ ഇളകി വന്നു. അത് കണ്ടുകൊണ്ട് പുള്ളി ഒരു പാട്ടൊക്കെ ഇടുന്നത്. പാട്ടൊക്കെ എനിക്കറിയാം, ഇപ്പം പാടുന്നില്ല, കാരണം പാടാൻ പറ്റുന്നൊരു സാഹചര്യം അല്ല ഇവിടെ, അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ സ്ഥാപിച്ച സഭയാണ് സാൽവേഷൻ ആർമി, രക്ഷാസൈന്യം. അവരുടെ ഒരു ചിന്താഗതി തന്നെ സൂപ്പ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ അധകൃതരാകുന്ന ആൾക്കാർക്ക് ആദ്യം സോപ്പ് കൊടുക്കണം. കാരണം ചെളി കിടക്കുക, മാടോട് ചേർത്താണ് മനുഷ്യനെ ഒഴുന്നത്. ഒരു വശത്ത് മാടും അപ്പുറം മനുഷ്യനും കണ്ട ഒഴുക. അപ്പോൾ ആ മാടോട് ചേർത്ത് ഒഴുത മനുഷ്യനെ കരക്കോട്ടിഞ്ഞ് വിളിച്ച് കയറ്റി സോപ്പിട്ട് അവനെ കുളിപ്പിച്ചു. പട്ടിണിക്കിട്ടായി ഒഴിയിക്കുന്നത്, ശരിക്കും ചാപ്പാടൊന്നും കൊടുക്കുകയില്ല. അപ്പോൾ അവന് സൂപ്പ് കൊടുത്തവൻ്റെ ശരീരം ഒന്ന് നന്നാക്കി. എന്നുവെച്ചാൽ സാൽവേഷൻ, രക്ഷയുടെ ദൂത്. യേശുക്രിസ്തു ഏകരക്ഷകൻ, യേശുക്രിസ്തു ലോകരക്ഷകൻ, യേശുക്രിസ്തു നിത്യരക്ഷകൻ. അങ്ങനെ പറഞ്ഞവനെ ബോധവാനാക്കി. ആ ഭാഗമൊന്നും ഇപ്പം ഞാൻ വിവരിക്കുന്നില്ല. അപ്പോൾ അവർ പറയുന്നത് ശരിയായ സഭ സാൽവേഷൻ ആർമി, രക്ഷാസൈന്യമാണ്. അത് എല്ലാം പറയാൻ നേരമില്ല. അപ്പം ഇവരെയൊക്കെ കണ്ണിച്ചുകൊണ്ടാണ് ഈ ബ്രദറൻ സഭക്കാരെന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ബ്രദറൻ സഭ, സഹോദര സഭ, അതാണ് അവരുടെ ഒരു ചിന്താഗതി, സഹോദര സഭ. അവർക്ക് പ്രത്യേക കേന്ദ്രങ്ങളൊന്നുമില്ല, അവർ കൂടുന്ന എല്ലാവരുടെ കേന്ദ്രമാണ്. അപ്പോൾ അവർ പറയുന്നത് ശരിയായ സഭ ബ്രദറൻ സഭയാണ്, സഹോദര സഭ. അത് ഈ ഒരു വാക്യം അങ്ങോട്ടെടുത്താൽ ഈ മുടിനാര് കീറുന്ന പോലെ അവർ കീറും. അത് കീറാൻ പറ്റിയ ആൾക്കാരവിടെ ഉണ്ട്, നമുക്കങ്ങനെ ഒക്കുകയല്ല. അവരൊരു വാക്യം എടുത്താൽ അത് കീറാവുന്നതിൻ്റെ പരമാവധി കീറി ആ ഒരു മുടി 5 കീറി 5 പോയിന്റ് ഉണ്ടാക്കും ആദ്യം. പിന്നെ അതിൽ ഒരു പോയിന്റിന് 3 പോയിന്റായിട്ട് പിന്നെ തിരിച്ച് ആ 3 പോയിന്റിൽ വേറൊരു കൊച്ചു പോയിന്റ് ഉണ്ടാക്കി, കൊച്ചു പോയിന്റ് ഇപ്പോൾ കയറി 8 പോയിന്റ് ഉണ്ടാക്കി. ചുരുക്കി പറഞ്ഞാൽ ഉണ്ടാക്കാവുന്നതിൻ്റെ പരമാവധി പോയിന്റ് ഉണ്ടാക്കും. നമുക്കൊക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ നല്ല വചന തിട്ടമാണ്. ശക്തന്മാരാകുന്ന പ്രഭാഷകരും വേദ പണ്ഡിതന്മാർ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. YS സാറ്, സൈബൺ സാറ്, KG കുര്യച്ചൻ, KG തോമാച്ചൻ, MV ചെറിയ സാറ്, അതുപോലെ തന്നെ അടുത്ത കാലത്ത് കർത്താവിൽ നിദ്ര പ്രാപിച്ച പ്രസംഗികളുടെ പ്രഭു മലയാളികളുടെ ഇടയിൽ R കൃഷ്ണൻകുട്ടി തിരുവട്ടാർ, അവരൊക്കെ വലിയ അതിഗായകന്മാരാണ്. അപ്പോൾ അവർ പറയുന്നത് ശരിയായ സഭ ബ്രദറ സഭയാണ്. അതിനവർ വചനം ഇങ്ങനെ എടുത്ത് തെളിയിക്കും, നന്നായിട്ട് തെളിയിക്കും. ശരിയ സഭ ബ്രദറ സഭ, സഹോദര സഭ. അപ്പൊ ഇവരെ എല്ലാം കണ്ണിച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ പെന്തിക്കോസുകാർ രംഗത്ത് വന്നിരിക്കുന്നത്. അവർ പറഞ്ഞത് ഇതൊന്നും ശരിയായ സഭയല്ല, സാക്ഷാത് സഭ പെന്തിക്കോസാണ്. അപ്പൊ അതിന് വാക്യങ്ങൾ എടുക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അടിസ്ഥാനമായിട്ട് എടുക്കുന്നത് പറഞ്ഞാൽ അന്ന് തുടങ്ങിയ സഭയാണ്. ആദ്യം ഞങ്ങൾ ഒരു 12 പേരായിരുന്നു, പിന്നെ ഒരു 70 പേരായി, പിന്നെ ഒരു 120 പേരൊന്നിച്ചു കൂടി ഒരു ആരാധനയും പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് സംസാരിച്ചു തുടങ്ങി. ആ ഒറ്റ യോഗത്തിൽ തന്നെ 3000 പേര് സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് അങ്ങനെ ദിനം പ്രതി വർദ്ധിച്ചു. അപ്പോൾ സാക്ഷാൽ സഭ പെന്തിക്കോസ് സഭയാണെന്നാണ് പെന്തിക്കോസുകാർ വാദിക്കുന്നത്. ഇനി അറിവില്ലെങ്കിലും അറിയാൻ വേണ്ടി പറയാം, പെന്തിക്കോസുകാരുടെ ഇടയിൽ തന്നെ വേറൊരു പെന്തിക്കോസ് ഉണ്ട്, ദി പെന്തിക്കോസ്, TPM. പണ്ട് അവരുടെ പേര് CPM എന്ന അത് സിലോണിലുണ്ടായതാണ്. അതിൻ്റെ കാരണം തൃശ്ശൂരുകാരൻ രാമൻകുട്ടി പഠനത്തോടുള്ള ബന്ധത്തിൽ 18 വയസ്സിൽ അവിടെ ഈ
സിലോണിൽ പോയി. അപ്പോൾ അദ്ദേഹം രാമൻകുട്ടി എന്നാ പേര്, തൃശ്ശൂരുകാരനാ, എങ്ങണ്ടിയൂര്. അപ്പൊ തൃശ്ശൂരുകാരൻ രാമൻകുട്ടി പഠനത്തോടുള്ള ബന്ധത്തിൽ ചെറുപ്രായത്തിൽ ആ ദേശത്ത് ചെന്ന് സിലോണിൽ ചെന്ന് ജോലിയും പഠനമൊക്കെ ആയ സമയത്ത് അവർ CMSലെ മിഷനറി മുഖാന്തരം സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് പിന്നെ സ്നാനപ്പെട്ട് അഭിഷേകമെല്ലാം പ്രാപിച്ച് അങ്ങനെ അവിടെ തുടങ്ങിയ സഭ അതാ CPM, സിലോൺ പെന്തക്കോസ് മിഷൻ എന്ന. പിന്നെ സിലോണിൽ അടുത്ത കാലത്ത് പ്രശ്നം വന്നപ്പോൾ അവത്തങ്ങൾ പേരൊന്ന് മാറ്റി TPM ആക്കി. സി അങ്ങ് മാറ്റി വെച്ച അവിടെ ടി ആക്കി. പണ്ടത്തെ സി ഇപ്പോഴത്തെ ടി. അതാണ് TPM എന്ന് പറഞ്ഞാൽ ദ പെന്തക്കോസ്റ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ അവത്തങ്ങൾ പറയുന്നത് ഇതാണ് പെന്തിക്കോസ്. അപ്പൊ അതോ അന്ന് പെന്തിക്കോസ് അല്ല, പിന്നെ ഏതാ ദ പെന്തിക്കോസ്. അപ്പൊ ഞാനിതെല്ലാം പിന്നെ ഒത്തിരി സഭകളുണ്ട്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, പൊയ്കയിൽ അപ്പച്ചൻ തുടങ്ങിയതാ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അദ്ദേഹം പണ്ടത്തെ യോഹന്നാൻ ഉപദേശിയാണ്. അപ്പോൾ അദ്ദേഹം പൊയ്ക യോഹന്നാച്ചൻ. അപ്പോൾ അദ്ദേഹം പിന്നെ ശ്രീ കുമാരഗുരുദേവനായി അദ്ദേഹം സ്ഥാപിച്ച സഭയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അങ്ങനെ ഒത്തിരി സഭകളുണ്ട്. പുലിയർ മഹാസഭ, സാംബവ സഭ, വിശ്വകർമ്മ സഭ, അങ്ങനെ ഒത്തിരി സഭകളെ എല്ലാം വിസ്തരിക്കാൻ നേരമില്ല. അപ്പോൾ ഓരോ ഗ്രൂപ്പുകാരും ഓരോ സംഘടനക്കാരും ഓരോ സഭക്കാരും അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന സംഘടനയാണ് ശരിയായ സഭയെന്നാണ് വാദിക്കുന്നത്. എന്നാൽ എൻ്റെ വിഷയം അതല്ല. വിശുദ്ധ ബൈബിൾ എന്തോ പറയുന്നു, വേദപുസ്തകം എന്തോ പറയുന്ന സഭയെ പറ്റി. ഏതാ സഭ, എന്താ സഭ? നിങ്ങളിൽ പരിചിതരും അറിവുള്ളവർ കാണുമെങ്കിലും ഒറ്റവാക്കി പറയാ ഏതാ സഭയെന്ന് ചോദിച്ചാൽ നമുക്ക് ചിലർക്കറിയാം. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 2-ാം അധ്യായത്തിന് 47 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ഏതാ സഭയെന്ന് ചോദിച്ചാൽ അവിടെ ഒരു പ്രയോഗം കിടപ്പുണ്ട്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ വായിച്ചേ, രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഏതാ സഭ എന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടം. എന്താ ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതെന്തിനാ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത്? രക്ഷിതാവായി സ്വീകരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നിത്യശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ. എന്താ നിത്യശിക്ഷ? അത് നരകം. അപ്പൊ ഈ നരകം എന്തിനാ? നരകം പിശാചിനോ അവന്റെ ദൂതന്മാർക്കും വേണ്ടി നിർമ്മിച്ചതാ. പിന്നെന്താ മനുഷ്യനെ അങ്ങോട്ട് പോകുന്നത്? മനുഷ്യൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ പറയുന്നത് നരകത്തിൽ പോകുമെന്ന. അപ്പൊ അതിന് കാശ് മുടക്കൊന്നുമില്ല, യാതൊരു പണച്ചെലവില്ല. ഹൃദയം കർത്താവിന് കൊടുക്കുക. 5 പൈസ മുടക്കണ്ട, കാശ് മുടക്കണ്ട. ഇത്രയും പറഞ്ഞാൽ മതി, യേശുവേ ഞാനൊരു പാപിയാ, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് അങ്ങ് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമെന്ന് ആര് ഇന്ന് രാത്രി പ്രാർത്ഥിക്കും? അവരെ